ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അതെ, പെമ്പിളർക്ക് ഇത്തിരി അടക്കോ ഒതുക്കോ കൊള്ളുന്നത് നല്ലതാ. ഞാൻ അമ്മയെ കണ്ട് വളർന്നതുകൊണ്ടായിരിക്കും എനിക്ക് ഈ അടക്കോ ഒതുക്കൊക്കെ തീരെ കുറവ്. അല്ല, ഈ പെണ്ണുങ്ങൾക്ക് മാത്രം എന്തിനാ അടക്കോ ഒതുക്കും? ആണുങ്ങൾക്കും ആയിക്കൂടെ? നമ്മുടെ വീട് ചന്തക്ക കഷ്ടായല്ലോടാ. ഒന്നും വേണ്ടായിരുന്നു. അവളോട് അടുപ്പം കാണിക്കാൻ പാടില്ലായിരുന്നു. അടുപ്പം കാണിച്ചത് എന്തായാലും തെറ്റായി പോയി. സൂര്യമംഗലം തറവാടിനുള്ള എന്റെ നന്ദിയും കടപ്പാടും ഒന്നുകൊണ്ട് മാത്രം ഞാൻ അവളെ തല്ലായിരുന്നു. ആ കടപ്പാടിന്റെ പേരിലാ നീ നിന്റെ ജീവിതം തൊലച്ചത്. അതൊന്നും മറക്കരുത്. ഏട്ടാ, ഭക്ഷണം കഴിക്കാറായില്ലേ? മതിയോ? അല്ല, ഋതികമോൾ വന്നില്ലേ? ഇനി ആഹാരം കഴിക്കാൻ ക്ഷണിക്കാൻ ആനയെ അമ്പാരിയായിട്ട് പോണോ? നേദ്യാരമ്മയ്ക്ക് ഇറങ്ങാറായില്ലേ? മോള് വരും ചേച്ചി, നിങ്ങൾ കഴിച്ചോളൂ. അങ്ങനെയൊന്നും അല്ലല്ലോ ഇവിടുത്തെ പതിവ്. പതിവൊക്കെ ഒരു ദിവസത്തേക്ക് മുടങ്ങിയെന്ന് വരും. അതൊന്നും കാര്യമാക്കണ്ട ചേച്ചി. ഭക്ഷണം കഴിക്കാൻ വരുന്നതൊക്കെ എങ്ങനെയാണോ? പിന്നെന്താ, ഭക്ഷണം കഴിക്കാൻ മുട്ടിലെഴിഞ്ഞു വരണോ? ആഹാരം കഴിക്കാൻ വരുമ്പോഴേ ഒരു ഭയവും ഭക്തിയൊക്കെ വേണം. ഭയവും ഭക്തിയൊക്കെ കാണിക്കാൻ ഇത് അമ്പലമല്ലല്ലോ, ഡൈനിങ് ഏരിയ അല്ലേ.
നിന്റെ നിഷേധം അല്പം കൂടുന്നുണ്ടേ. ഞാൻ എന്ത് നിഷേധം കാണിച്ചു? ടേബിൾ മാനേഴ്സ് ഒന്നും തെറ്റിച്ചില്ലല്ലോ. എന്താ ചെറിയച്ച കഴിക്കാതിരിക്കുന്നെ? കഴിക്ക്. കഴിക്കാൻ മോളെ. അതെ, പെമ്പിളർക്ക് ഇത്തിരി അടക്കം ഒതുക്കമൊക്കെ ഉള്ളത് നല്ലതാ. ഞാൻ അമ്മയെ കണ്ട് വളർന്നതുകൊണ്ടായിരിക്കും എനിക്ക് ഈ അടക്കം ഒതുക്കൊക്കെ തീരെ കുറവാ. അല്ല, ഈ പെണ്ണുങ്ങൾക്ക് മാത്രം എന്തിനാ അടക്കം ഒതുക്കും? ആണുങ്ങൾക്കും ആയിക്കൂടെ? ആണുങ്ങളും പെണ്ണുങ്ങളും തമ്മില് എന്താ വ്യത്യാസമൊന്നും എനിക്കറിഞ്ഞൂടാ. മുതിർന്നവരോടെ ഇത്തിരി ബഹുമാനമൊക്കെ ഉണ്ടാവുന്നത് നല്ലതാ. എനിക്കാകെ ഭയവും ബഹുമാനവും ഒക്കെ ഉണ്ടായിരുന്നത് എന്റെ അച്ഛനോടായിരുന്നു. ഇപ്പോ ഞാനിരിക്കുന്നത് അച്ഛന്റെ മുൻപിലല്ലല്ലോ, മിനിസ്റ്റർ വർമ്മ സാറിന്റെ മുൻപിലല്ലേ. ഒരു മിനിസ്റ്ററെ ഭയക്കേണ്ട കാര്യം എനിക്കെന്താ? ഞാനും എല്ലാവരും പോലെ രാജ്യത്തെ പ്രജയാ. ഇവളുടെ ഈ അഹങ്കാരത്തിന് മറുപടി പറയാൻ ഇവിടെ ആരുമില്ലേ? കണ്ടില്ലേ? നിഷേധി. ഇനി കതിരുമേ കൊണ്ട് വളം വച്ചിട്ട് എന്ത് പ്രയോജനം? എല്ലാം കലങ്ങിയത് കണ്ടില്ലേ അമ്മേ? ഒന്നും കലങ്ങിയതല്ലടാ, കലക്കിയതാ. കുളം കലക്കി പരുന്തിന് കൊടുക്കാന്ന് നീ കേട്ടിട്ടില്ലേ? ഇതാ. എനിക്കിതങ്ങ് ഇഷ്ടപ്പെട്ടു അമ്മേ. ഇഷ്ടപ്പെടുവല്ലോ. ചക്കരയും ഈച്ചയും പോലെ ഇരുന്നതല്ലേ അച്ഛനും മകളും.